എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. ഹലോ, നിങ്ങള് കല്യാണപ്പുരയിലെത്തിയോ? ബസ് കിട്ടിയില്ലേ? നമ്മള് കാറിലാണ് വരുന്നതേ. ഒരു 10 മിനിറ്റ് കൊണ്ട് അങ്ങ് എത്തൂ. ഇങ്ങളൊന്ന് ആഞ്ഞു തള്ളിന്ന്. രാവിലെ തന്നെ പത്രിയും കോയും തന്ന ഇതിനായില്ലടി. അല്ല, ഇതിപ്പോ ഏത് ഗിയറില? ഇപ്പൊ ഫസ്റ്റ് ഗിയറാണ്. കുറച്ചുകൂടി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാ കേട്ടോ. അല്ലാ, ഇങ്ങക്ക് ഇതൊക്കെ അറിയാലോ. നിങ്ങള് പണ്ട് പോളിടെക്നിക്കിൽ എത്താൻ പഠിച്ചിനോ? എടി, ഇഞ്ചിന്റെ പ്രവർത്തനം അറിയണമെങ്കിൽ പോളിടെക്നിക്ക് പഠിക്കണമെന്നൊന്നുമില്ല. കിഡ്നി ഉണ്ടായാൽ മതി, കിഡ്നി. മനസ്സിലായില്ലേ? എന്ത് പറ്റി? വണ്ടി ബ്രേക്ക് ഡൗൺ ആയോ? ബ്രേക്ക് ഒന്നും ഡൗൺ അല്ല. നമ്മളെ കെട്ടിയൊക്കെ ഒരു പൂതി വണ്ടി ഓട്ടാൻ പഠിക്കണമെന്ന്. അതിന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഇറങ്ങിയാണ്. അല്ല ഗഫൂർക്ക, ഇങ്ങനെ തള്ളിക്കൊണ്ടുപോയ എങ്ങനെയാ ഡ്രൈവിംഗ് പഠിക്കുക? എടി സൈത്താനയ്യ, സ്റ്റെയറിംഗ് ഒന്ന് നേരെ പിടിക്കുന്നു. പടച്ചോനെ, ഇതിലിപ്പോ ഏതാ സ്റ്റെയറിംഗ്? സ്റ്റെയറിംഗ് നമ്മളെ ഗീസല് ആ വട്ടത്ത് കാണാണ് സ്റ്റെയറിംഗ്. അത് ടയറല്ലേ? എടി, പുറത്ത് ഉരുളുന്നാണ് ടയറിന്ന്. കല്യാണപ്പുരയിൽ എത്തിയാ തന്നെ ഇതെങ്ങനെയാ നിർത്തുക? ഇതിന് ബ്രേക്ക് ഒന്നുമില്ലേ? ഞമ്മള് തള്ളല് നിർത്തിയാല് വണ്ടി തന്നാലെ നിന്നോളൂ. ഈ മെനക്കാരൻ കേട്ടോ. മര്യാദയ്ക്ക് 5 ഉറുപ്പ്യം കൊടുത്താൽ ബസ് പോകാനുള്ള പണിയുള്ളൂ. ഓളൊരു ഒടുക്കത്തെ കിവറ്. അല്ല, ഗഫൂർക്ക വന്നില്ലേ? മൂപ്പര് ബൈക്കിലുണ്ട്. എന്നിട്ട് കാണുന്നില്ലല്ലോ. ഞമ്മളിവിടെ ഉണ്ട് മോനെ. നിങ്ങളെന്താ വണ്ടി തള്ളി വന്നതാ? എന്തു പറയാനാ മോനെ, ഞമ്മളെ കെട്ടിയോക്ക് കല്യാണത്തിന് കാറിൽ തന്നെ പോണോന്നൊരു പൂതി. അങ്ങനെ 8 കിലോമീറ്ററോളം ഓളെ കാറിൽ കയറ്റി തള്ളിക്കൊണ്ടുപോകുന്നതാണ് ഞമ്മള്. പെട്രോൾ വിലക്കയറ്റത്തുനിന്ന് രക്ഷപ്പെടാൻ ഇനി ഇതൊക്കെ വഴിയുള്ളൂ മോനെ.